വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ആൻഡ് ഫൈനൽ എപ്പിസോഡ് ഓഫ് ഹലോ നെയ്ബർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹലോ നെയ്ബർ എൻഡ് ആകുന്നതായിരിക്കും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആക്ട് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് ഒത്തിരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗൈസ് ഒത്തിരി പ്ലേയിങ് ഉണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ചിലപ്പം പാർട്ടിടും. ഞാൻ പറയുകയാണെങ്കിൽ ഗൈസ് ചിലപ്പോൾ ഇതാവും. നമ്മളപ്പം താമസിച്ചിരുന്ന വീടാണ് ഗൈസ്. അപ്പോൾ അവിടെ നെയ്ബർ ചേട്ടൻ പോലെ എന്തോ തല കണ്ട് അപ്പോഴത്തേക്ക് അത് പൊട്ടിച്ചെന്താണ് പോയെന്ന് തോന്നുന്നു ഗൈസ്. പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ ഇത്ര ചെറുതായോ ഗൈസ്? വാട്ട് ഗൈസ്, നമ്മൾ ഇത്ര ചെറുതായോ ഗൈസ്? നമ്മൾ ഇത്രയും ചെറുതായിട്ടില്ലായിരുന്നല്ലോ. ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണം ഗൈസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എപ്പിസോഡാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഗൈസ് ഇത് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിനി കുറേ കളിക്കാനുണ്ടോ ഗൈസ്? എനിക്കറിഞ്ഞൂടാ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആക്റ്റാ. ഇതെന്തോ എടുക്കണോ ഗൈസ്? യെസ്. ഓ, ഇത് അടിച്ചു കൊണ്ടിരിക്കണം. സ്വിച്ച് ഓൺ ആക്കണോ ഗൈസ്? ഓ സീന് ഗൈസ്, കൊടയാടാ. ഓ ഗൈസ്, നമ്മൾ പിന്നെ ഡെഡായോ ഗൈസ്? എന്തോ പറയാനാണ് ഗൈസ്. അതുകൊണ്ട് ഗൈസ്, തങ്കൻ ചേട്ടൻ, നമ്മുടെ തങ്കൻ ചേട്ടൻ ഗൈസ്. ചാടറ ഇതിലേ കൂടെ കയറി പോണം ഗൈസ്. എന്നിട്ട് ഗൈസ് ഇതിലേ കൂടെ കയറി പോണം. യെസ് ഗൈസ്, നമ്മളപ്പം ആ വീടിൻ്റെ അങ്ങോട്ടാണ് ഗൈസ് എത്തണ്ടേ. ഓക്കെ ഗൈസ്, നമ്മുടെ തങ്കച്ചേട്ടൻ നമ്മളെ എവിടെ തപ്പുവാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ചാടിക്കോ. യെസ് ഗൈസ്, നമ്മളിത് കത്തിച്ച് കളഞ്ഞ് കത്തിക്കണം. ഓ കത്തിയോ ഗൈസ്? ഓ ഗൈസ് കത്തി. എടാ, നമ്മളെ പടക്കം കത്തിച്ചായിട്ട് എന്തോ ചെയ്യാനായിരുന്നു ഗൈസ്? എടാ, നമ്മുടെ ഹലോ നെയ്ബർ ഗൈസ് ലാസ്റ്റ് ഗെയിമാണ് ഗൈസ്. നമ്മുടെ ഹലോ നെയ്ബർ 2 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം അത് കളിക്കണം ഗൈസ്. അത് വൈകാതെ തന്നെ വരും ഗൈസ്. അതിനൊത്തിരി താമസമൊന്നുമില്ല. ഇന്നിപ്പോൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ വേറെ ഗെയിം വരും. ചിലപ്പോൾ നാളെ തന്നെ വരും, അല്ലെങ്കിൽ മറ്റേനാൾ ഇതിൻ്റെ 2 ഇറക്കും ഗൈസ്. അങ്ങനെയാണ് ഗൈസ് നമ്മൾ സ്റ്റോറിഫൈയും പോകുന്നത്. ഹലോ നെയ്ബറിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സൊക്കെ, ഹലോ നെയ്ബർ 2ൻ്റെ അകത്ത് ഗൈസ് ക്യാരക്ടേഴ്സൊക്കെ വേറെയാണ് ഗൈസ്. ഒരു അപ്പൂപ്പനുണ്ട് ഗൈസ്, ഞാൻ ട്രെയിലർ കണ്ടായിരുന്നു.
ടൈനി ബിൽഡില്ലേ ഗൈസ്, ആ ഗെയിം കമ്പനിക്കാരാ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ ബോൾ എടുക്കണം. നമ്മുടെ അത്ര ഉണ്ട് ഗൈസ്, എടുക്കണ്ടാ, ഉന്തി വിട്ടാൽ മതിയടാ. ഓ മൈ ഗോഡ് ഗൈസ്, ഇതൊന്നും ഞാൻ ഓർക്കത്തൊന്നുമില്ലല്ലോടേ. ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങൾ സൗണ്ട് കേട്ടില്ലേ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാ ഗൈസ് സൗണ്ട്. നമ്മുടെ തങ്കഞ്ഞാൻ്റെ മണ്ടയ്ക്ക് എന്തൊക്കെ വീടൊക്കെ വന്ന് ഒടിഞ്ഞ് വീണ് കിടപ്പുണ്ട് ഗൈസ്. ഹീഹോ. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ് ചാടിക്കോ. നമ്മൾ ഇത്രയും ചെറുതാണ് ഗൈസ്, അല്ലേ അല്ലേ ഗൈസ്, നമ്മൾ ഇത്ര ചെറുതാണേ. ഓക്കെ ഗൈസ്, നമുക്കിനിയും അവിടെ ലാൻഡ് ചെയ്യണം ഗൈസ്. എപ്പം ചെയ്യുമെന്ന് ആർക്കറിയാം. ഗൈസ് ഫൈനൽ എപ്പിസോഡായിട്ട് നമ്മൾ ഇതെന്തോ കാണിക്കുവാണ് ഗൈസ്. എന്തോ പറയാനാണ്. ഓ ഗൈസ്, ഇപ്പം 50 എനിക്ക് വന്ന് അങ്ങോട്ട് വീര് വന്ന് കൊണ്ടില്ല ഗൈസ്. ചേ, കൊള്ളണമായിരുന്നു. ഓക്കെ ഗൈസ് ചാടിക്കോ. മോനെ, നമ്മളപ്പോൾ എത്ര ഹൈറ്റ് പറന്നടാ. അതൊക്കെ അങ്ങനെ തങ്കച്ചൻ്റെ തലയെ ചെന്ന് വീരാൻ നോക്കാം ഗൈസ്. യെസ് ഗൈസ്, കറക്റ്റ് ഇവിടെ തലയുടെ മണ്ടയ്ക്കൊന്നും ചാടാൻ പറ്റത്തില്ല ഗൈസ്. തങ്കച്ചട്ട ഇന്ന് തലയൊക്കെ കുലുക്കുവാണ് ഗൈസ്, പിന്നെ എന്തോ ചെയ്യാനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഓടണം. ഈ വരിയാണ് ഗൈസ്, അങ്ങോട്ട് വരിയില്ല. ഇതാരാണ് ഗൈസ്? അത് തങ്കച്ചേട്ടനല്ലേ ഗൈസ്? ആ മറ്റേതാരാണ് ഗൈസ് നിൽക്കുന്നത്? നമുക്ക് എക്സിറ്റ് പോവാം ഗൈസ്. എന്നാലും അത് ആരാടാ നിൽക്കുന്നത്? അപ്പം ഇതാരാ എന്ന് ഗൈസ്? ഇത് മറ്റേ കൊച്ചാണെന്നോ, നമ്മുടെ മറ്റേ നെയ്ബർ ചേട്ടൻ തങ്കച്ചേട്ടൻ തട്ടിക്കൊണ്ട് വന്നേ കൊച്ചാണെന്ന് തോന്നുന്നു ഗൈസ് ഇത്. അപ്പം നമ്മൾ അവനെ രക്ഷിച്ചോ? എടാ നമ്മുടെ അതേ മുഖമല്ലേ എടാ ഈ കൊച്ചിന്?
കൊച്ചിൻ്റെ കണ്ണൊന്നും കാണത്തില്ലേ ഗൈസ്? എന്തോ പറയാനാടി. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ നമ്മളെ ഇപ്പം പിടിച്ചോ ഗൈസ്? അതാരാണ് ഗൈസ്? അവിടെ ഒരു നിഴല് കണ്ടോ ഗൈസ്? ഓ ഗൈസ് പിടിച്ച്. പറയാനാടാ. ഓക്കെ ഗൈസ്. ഓ ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, എന്നാലും അതാരാണ് ഗൈസ്? ഓക്കെ ഗൈസ്, നമുക്കപ്പം നമ്മുടെ വരി. എന്നാലും അതാരാണ് ഗൈസ്? വേണ്ട, ഈ കൊച്ചു ഇവിടെ ഒക്കെ വന്നിരിക്കുന്നു ഗൈസ്. എന്നാലും നമ്മൾ പഴയതുപോലെ വന്നോ ഗൈസ്? നമ്മുടെ മറ്റേ ഹൈറ്റൊക്കെ വന്ന് കാണണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ. ഓക്കെ ഗൈസ്, ആ കൊച്ചിപ്പ ചെറുതായോ ഗൈസ്? എന്തുവാടാ ഇത് സംഭവിക്കുന്നേ? തോണ്ട് ഗൈസ്, അവിടെ എക്സിറ്റ് ഉണ്ടടാ. ഗൈസ്, ഹലോനെ പറ്റൂ ആക്ട് ഫൈനൽ എന്തുവാണ് ഗൈസ്? മനസ്സിലാകുന്നില്ലല്ലോ. അതുകൊണ്ട് നെയ്ബർ ഏട്ടനല്ലേ ഗൈസ്? ഗൈസ് അവിടെ മറ്റേ നിരയിൽ മുട്ടിയിട്ട് എനിക്ക് ഒന്ന് തങ്കഞ്ചേട്ടനെ പിടിക്കാനാണെന്നുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. തങ്കഞ്ചേട്ടൻ എല്ലാം അടിച്ച് ഗൈസ്, തടിയെല്ലാം വെച്ച് അടിച്ച് ഉറപ്പാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ ആ എക്സിറ്റ് ഡോർ ഈ ഡോറിൽ കൂടെ ചാടി വന്നേനെ ഗൈസ് നമ്മളെ പിടിക്കാൻ. എന്താ പ്രേതം വല്ലതും ആണോ ഗൈസ് അതിനകത്ത്? നമുക്കും ഉണ്ട് ഗൈസ് അവിടെ എക്സിറ്റ് ഡോറുണ്ട്. അപ്പം നമ്മളപ്പം ഗൈസ് ആക്ട് ഫൈനൽ എന്തുവാണ് ഗൈസ്? മനസ്സിലാവുന്നില്ല. ചിലതൊന്നും മനസ്സിലായിട്ട്, പക്ഷേ ഒരു സസ്പെൻസ് വെച്ച പോലെ, സസ്പെൻസ് പോലാണ് ഗൈസ് നമ്മുടെ ഇത് വന്നേക്കുന്നത് ആക്ട് ഫൈനൽ. നമുക്കെന്നാ പോവാം. നമ്മൾ ഉറങ്ങി എണീറ്റു. നമ്മുടെ ഇവിടെ ആരാണ് ഗൈസ് ഇതെല്ലാം അടിച്ചു വെച്ചേക്കുന്നത്? നമ്മൾ സ്വപ്നം കണ്ടയാണോടാ? അല്ല ഗൈസ്, സ്വപ്നം കണ്ടല്ലേ, പിറ്റേ ദിവസം വന്ന് ഉറങ്ങി. സ്വപ്നം കണ്ടയാണോ? ഇതിനൊക്കെ നോക്കുവാണെങ്കിൽ സാധാരണ സ്വപ്നം കണ്ടെന്നൊക്കെയാണ് ഗൈസ് പറയാറുള്ളത്.
ടൈനി ബിൽഡ് ഗൈസ്. അലക്സ്. ഓ ഗൈസ്, അങ്ങനെ നമ്മളെ കഴിഞ്ഞ് ഗൈസ് നമ്മളെ അപ്പോൾ സ്റ്റോറി ഫുള്ളും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണം ഗൈസ്. നമ്മളെ നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ഫൈനൽ ആയപ്പോഴത്തേക്കും ഒരു സസ്പെൻസ് ഒക്കെ വെച്ചൊരു കൺഫ്യൂഷൻ അടിക്കുന്ന പോലൊരു സ്റ്റോറി ആയിരുന്നു ഗൈസ് ലാസ്റ്റ് ഫൈനൽ ആക്ട്. അപ്പോൾ ഗൈസ് കുഴപ്പമില്ല. അപ്പോൾ എനിക്കൊന്ന് സ്വപ്നമാണോ അതോ പിറ്റേ ദിവസം എണ്ണിറ്റാണോ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണ്ണിറ്റാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് നേരെ വീഡിയോ അടുത്ത മറ്റന്നാളോ വല്ലതും വരാം ഗൈസ്. നമ്മുടെ അടുത്ത നമ്മുടെ ഇതെന്തുവാ നമ്മുടെ ഇത് ഗൈസ്, നമ്മുടെ തങ്കഞ്ചാട്ടനുമായിട്ട് 2. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ് ഗൈസ്, നല്ല ഗെയിമായിരുന്നു ഗൈസ്, നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പം നമുക്കപ്പം ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം